ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ആ വീഡിയോയിലൂടെ തന്നെ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ അങ്ങനെ സംസാരിച്ച് പിന്നെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് സൗണ്ട് ഇച്ചിരി കുറവുള്ളതുപോലെ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ചീപ്പും കത്രികയും ഇട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ മുടി വെട്ടാനാണ്. അപ്പോൾ ഞാനിങ്ങനെ ചീപ്പ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് മുടിയിലെ ചെടയൊക്കെ ഇങ്ങനെ കളഞ്ഞുകൊണ്ട് അതിനകത്ത് നിറച്ച് മുടിയായിരുന്നു. അതെടുത്ത് കളയുന്ന ഭാഗമാട്ടോ നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ നമുക്ക് വെട്ടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ ആ കുഞ്ഞു മുടികളില്ലേ, അത് വെട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ എല്ലാ മുടിയും ബേക്കിലേക്ക് എടുത്ത് കെട്ടാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ചീപ്പും കൊണ്ട് നൈസായിട്ട് വലിക്കുമ്പോൾ പൂച്ചമുടി മാത്രമായിട്ട് കിട്ടുമല്ലോ. പൂച്ചമുടി എന്ന് വെച്ചാൽ വളർന്നു വരുന്ന കുഞ്ഞു കുഞ്ഞു മുടികളില്ലേ, അതിനെയാണ് കേട്ടോ ഞാൻ പൂച്ചമുടി എന്ന് പറയുന്നത്. നിങ്ങളെങ്ങനെയാണ് പറയുന്നതെന്നൊന്നും അറിയില്ല. നിങ്ങളെന്താ പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ എല്ലാ മുടിയും എടുത്ത് ബേക്കിലേക്ക് കെട്ടുന്നുണ്ട്. എൻ്റെ മുഖം നോക്കിയൊക്കെ ഒരു കോല് നീട്ടുന്നുണ്ട്. അപ്പം സൈഡിലത്തെ കുറച്ച് മുടിയൊക്കെ എടുത്ത് ഷോയ്ക്കായിട്ടാണ് കേട്ടോ അങ്ങനെ ഇടുന്നത്, ചുമ്മാ ഷോയ്ക്ക്. അങ്ങനെ എല്ലാ മുടിയും ഞാൻ പിടിച്ച് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മുമ്പിലെ ആ കുഞ്ഞു കുഞ്ഞു മുടികൾ ഇങ്ങനെ എടുത്തിടാൻ നോക്കുകയാണ്. അപ്പോൾ സൈഡിൽ നിന്ന് ഒരു ഇച്ചിരി കൂടുതൽ കയറി വന്നു. പക്ഷേ ഞാനതൊന്നും അപ്പം ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചീപ്പും കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വാരി വാരി ഇടുന്നുണ്ട്. അപ്പം ഞാനിത് ഇത്ര മുടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം ഞാനിത് എന്തായാലും ചുരുട്ടി ചുണ്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചുണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ വെട്ടിക്കഴിഞ്ഞ് നോക്കുമ്പോൾ എന്തോ നീളം കൂടിയ പോലെ തോന്നി. അത് കാരണം ഒന്നും കൂടെ വെട്ടാമെന്ന് വിചാരിച്ചു. എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമൊന്നും പെട്ടില്ല. അതാണ് എൻ്റെ മോന്ത എങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ മോന്താണ് എനിക്ക് ഇച്ചിരി വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ വെട്ടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ വെട്ടാം. അത് പിന്നെ ഇങ്ങനെ ചുരുട്ടാനും അതാക്കാനൊക്കെ ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് തോന്നുന്നു വൃത്തികേടായിപ്പോയി. ഇപ്പം വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പം രസമുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷേ അവിടെ ഇവിടെയും കുറേ മുടിയൊന്നും ഞാൻ വെട്ടിയിട്ടില്ല. അതും കൂടെ ഞാൻ അവിടെ ഇവിടെ നിന്നൊക്കെ ആയിട്ട് വെട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് പറയണേ ഇത് എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെ കാണുമ്പോൾ ഇത്ര മുടി വേണമായിരുന്നു എന്ന് തോന്നും. പക്ഷേ എൻ്റെ പൊട്ടത്തരത്തിന് ഞാൻ ഒന്നും കൂടെ വെട്ടുന്നുണ്ട്. ഇത് കാണിച്ചു തരാം. അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് ഞാൻ പിന്നെയും വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ അങ്ങനെ നല്ല മെനക്കി വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. നോക്കിക്ക് എൻ്റെ മുടി നോക്കിക്ക്. ഇനി ഈ പരിപാടിക്ക് ഞാൻ നിൽക്കേയില്ല. ഇനിയിപ്പോൾ അമ്മ വരുമ്പോഴും അച്ഛൻ വരുമ്പോഴൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അതിൻ്റെ വീഡിയോ നല്ലതാണെങ്കിൽ മാത്രം ഞാൻ ഇടും, അല്ലെങ്കിൽ ഞാൻ ഇടുമല്ല. ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് അവസാനിപ്പിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഈരിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണെങ്കിലും എനിക്കൊരു തൃപ്തി കിട്ടത്തില്ല. ഗൈസ് എങ്ങനെയുണ്ടെന്നൊന്ന് പറയാമോ? ഇപ്പം ഗൈസ് ഇതാണ് എൻ്റെ അവസാനത്തെ ലുക്ക് എന്ന് പറയുന്നത്. കൊള്ളില്ല എന്ന് എനിക്കറിയാം. എനിക്ക് ഇതിൻ്റെ കേടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ